വെൽക്കം. നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ ദാറ്റ്സ് ഫ്രം സോളിഡ്സ്. ദ സിലിണ്ടർ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാം സോളിഡ്സിനും കോൺസ് അല്ലെങ്കിൽ കോർണേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിലിണ്ടർ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ അറിയാം. എ സിലിണ്ടർ ഓഫ് റേഡിയസ് 20 mm and height 60 mm resting on HP such that the axis is inclined 35 degree to HP and 45 degree to XY line in top view. Draw the projections. അപ്പൊ നമുക്കറിയാം ഒരു സിലിണ്ടർ HP യിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും? ഒരു റെക്ടാംഗിൾ ആയിരിക്കും. ദെൻ ആ സിലിണ്ടറിന് HP മായിട്ട് ഒരു ഇൻക്ലിനേഷൻ കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ടോപ്പ് വ്യൂ ഇതുപോലെ വരും. നമുക്ക് നേരത്തെ സിമ്പിൾ പൊസിഷനിൽ റെസ്റ്റ് ചെയ്യുമ്പം സർക്കുലർ ഷേപ്പാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ സർക്കുലർ ഷേപ്പ് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് അതിന്റെ സിലിണ്ടറിക്കൽ അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പ് നമുക്ക് നഷ്ടപ്പെടും. പകരം ഇവിടെ പുതിയൊരു റെക്ടാംഗിൾ പോലെ ഒരു ഏരിയ നമുക്ക് വിസിബിൾ ആവുകയും ചെയ്യും ടോപ്പ് വ്യൂവിൽ. ദെൻ ഈ ഇൻക്ലിനേഷൻ HP ആയിട്ട് മേക്ക് ചെയ്തതിനു ശേഷം ടോപ്പ് വ്യൂ ആയിട്ട് അടുത്തൊരു ഇൻക്ലിനേഷൻ കൂടെ മേക്ക് ചെയ്യുന്നുണ്ട് XY ലൈനുമായിട്ട് ആക്സിസിന്. അത് എന്ത് ചെയ്യണം? ഈ ടോപ്പ് വ്യൂ എടുത്ത് അടുത്ത ഇൻക്ലിനേഷൻ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് തൊട്ട് പറയുന്നുണ്ട്, ഏത് ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും നമ്മൾ അതേപോലെ ഒരു സോളിഡ് മനസ്സിൽ വിചാരിച്ചിട്ട് നമുക്കത് എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ഇരിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ ടോപ്പ് വ്യൂ ഇരിക്കുന്നത് എന്ന് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഓക്കെ, ഹിയർ ദ സോളിഡ് ഈസ് എ സിലിണ്ടർ ഓഫ് റേഡിയസ് 20 mm ആൻഡ് ഹൈറ്റ് 60 mm. അപ്പൊ നമുക്കത് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 20 mm റേഡിയസ് ഉള്ള ഒരു സർക്കിള് ടോപ്പ് വ്യൂവിൽ വരക്കണം. ഞാൻ റേഡിയസ് ചെറുതെടുത്തതാണ്, കാരണം നമുക്ക് സ്പേസ് കിട്ടുന്നതിന് വേണ്ടി. യൂണിവേഴ്സിറ്റി എക്സാമിന് 25 mm റേഡിയസ് ആയിരുന്നു, ഞാൻ 20 mm ചെയ്തിരിക്കുന്നത്. ഓക്കെ, 20 mm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരക്കുന്നു. ദെൻ അതിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് വരക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഈ സോളിഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് കോർണേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് അനോട്ടേഷൻ എവിടെ കൊടുക്കും എന്നറിയില്ല. അനോട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ള ആ കോർണേഴ്സ് റൊട്ടേറ്റ് ചെയ്യാനും നമുക്ക് ആ പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനെ സോളിഡ് കംപ്ലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇൻ സിലിണ്ടർ ദർ ഇസ് നോ കോർണേഴ്സ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു വർക്ക് ഔട്ട് ദ പ്രോബ്ലം വി ഡിവൈഡ് ദ സർക്കിൾ ഇൻടു 8 or 12 ഈക്വൽ പാർട്സ്. ഓക്കെ, ചില ടെക്സ്റ്റുകളിൽ അത് 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചില ടെക്സ്റ്റുകളിൽ അത് 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് എവർ മെയിൻ, ഞാൻ ഈ സർക്കിളിനെ ഒരു 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 12 ആക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. 12 ആക്കുമ്പോൾ ആക്യുറസി കൂടും, പക്ഷെ കൂടുതൽ ടൈം നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ടൈം കൺസ്യൂമിംഗ് ആണ് ആ രണ്ടും നമ്മൾ വ്യത്യാസം. അപ്പൊ ഞാൻ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുന്നു. ദെൻ അതിന് 8 ഈക്വൽ പാർട്സ് ആക്കണം. 8 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. നമുക്കൊരു 45 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതിയാവും അല്ലേ? ഇപ്പൊ 45 ഡിഗ്രി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. 45, 90, 135. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ലൈറ്റ് ആയിട്ട് വരച്ചാൽ മതി. ബിക്കോസ് ഒന്ന് സോളിഡിന്റെ അതല്ല, നമുക്ക് റെഫറൻസിനായിട്ട് ചെയ്യുന്ന ലൈനുകളാണ്. ഓക്കെ, ഞാനിപ്പോൾ സിലിണ്ടറിനെ 8 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, എന്നിട്ട് അതിൽ ഇത് സെന്റർ ആകുന്ന രീതിയിൽ 45 ഡിഗ്രി വെച്ചിട്ട് 8 ഈക്വൽ പാർട്സ് ആക്കി. ഓക്കെ, ദെൻ നമുക്കിനി പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാം. ഇനി എനിക്കിന്ന് അനോട്ടേഷൻസ് കൊടുക്കാൻ എളുപ്പമുണ്ട്. ഞാൻ ഈ ബേസിൽ ഈ പോയിന്റിൽ ഞാൻ എന്ന് കൊടുക്കുന്നു. B, C, D, E, F, G and H. These are the base coordinates. So 1, 2, 3, 4, 5, 6, 7 and 8. ഓക്കെ, ഇപ്പൊ 12 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 45 ഡിഗ്രി എടുത്തതിന് പകരം എന്ത് ചെയ്യണം? 30 ഡിഗ്രി എടുക്കണം. ദെൻ 1 to 8 നമുക്ക് അനോട്ടേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കറിയാം ഒരുപാട് സമയം അതെടുക്കും കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.
ഹൈറ്റ് വന്നിരിക്കുന്നത് 60 mm ആണ്. സോ 60 mm എടുക്കുന്ന രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ വരച്ചു കൊടുക്കുന്നു. തിൻ ലൈൻ ആയിരിക്കും. ദെൻ ഇവിടെ നമുക്ക് തിക്ക് ലൈൻ ആയിരിക്കും വരുന്നത് 60 ഹൈറ്റ് വരെ. ഓക്കെ, ഡയമീറ്റർ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ വരക്കുന്നു. 40. ദെൻ ബി വരക്കുന്നു. ദെൻ സെൻട്രൽ ലൈൻ വരക്കുന്നു. ഓക്കെ, 8 ഈക്വൽ പാർട്സും ഞാൻ പ്രൊജക്ട് ചെയ്തു. അനോട്ടേഷൻസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കൊടുക്കാം. എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ് ബ്രാക്കറ്റ്, ജി ഡാഷ് ബ്രാക്കറ്റ് ആൻഡ് എച്ച് ഡാഷ് ഇൻ ബ്രാക്കറ്റ്. ഓക്കെ, വൺ ഡാഷ്, ടു ഡാഷ്, 3 ഡാഷ്, 4 ഡാഷ്, 5 ഡാഷ്, 6 dash, 7 dash and 8 dash. Okay, then first rotation നമുക്ക് കൊടുക്കാം. That the solid is inclined 35 degree to HP. So ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 35 degree ഇൻക്ലിനേഷൻ ആക്സിസിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സോളിഡ് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. സോ 35 degree എടുക്കുന്നു. ഞാൻ ലൈൻ ലൈറ്റായിട്ട് വരച്ചു വെക്കുന്നു. അതിൽ നമുക്ക് സോളിഡിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. സോ എ ഡാഷ് ടു 1 ഡാഷ് ലെങ്ത് കോമ്പസ് എടുക്കുന്നു. ഇത് എ ഡാഷ് ആണെന്ന് അസ്യൂം ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. 1 ഡാഷ് മാർക്ക് ചെയ്യുന്നു. ഈ ലൈന് പെർപെൻഡിക്കുലർ ലൈൻസ് ആയിട്ട് വരച്ചിട്ട് വേണം നമുക്ക് ബാക്കി പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ. നമുക്ക് പ്രൊട്രാക്ട് ഔട്ട് ചെയ്യണമെന്നുണ്ട് കുറച്ചുകൂടെ ആക്യുറസി ഉണ്ടാവും. അല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസുകൾ കുറവായിരിക്കും. അല്ലെങ്കിൽ സെക്സ് കർവ് ഔട്ട് ചെയ്യാം. ഈവൻ സ്കെയിൽ വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഞാൻ അതിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ദെൻ അതിന്റെ ഒരു എൻഡിലേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഇതേ ലെങ്ത് തന്നെ ആയിരിക്കും എനിക്ക് ഇവിടെ നിങ്ങോട്ട് തിരിച്ചുള്ളത്. സോ ഞാൻ അതുകൂടി ഇതിനോടൊപ്പം മാർക്ക് ചെയ്യുന്നു. സോ യു ക്യാൻ സേവ് സം ടൈം. ഓക്കെ, ഫസ്റ്റ് റൊട്ടേഷൻ നമ്മൾ ചെയ്തു. സോളിന്റെ ഔട്ടർ ലൈൻസ്, അതായത് അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് നമുക്കെല്ലാം തിക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം. ദെൻ ബാക്കി റെഫറൻസിന് വേണ്ടി വരച്ചിരിക്കുന്ന ലൈനുകൾ, അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത പോയിന്റ്സ് എല്ലാം നമ്മൾ തിൻ ലൈൻസ് വരക്കണം. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, ചെയിൻ ലൈൻ യൂസ് ചെയ്യാം. ബിക്കോസ് ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്. നമുക്ക് ഞാൻ ഫസ്റ്റ് ഫിഗറിലായി ചെയ്തിരുന്നില്ല. ഈ ആക്സിസ് ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് അതിൽ വേണം നമുക്ക് ഇൻക്ലിനേഷൻ കാണിക്കാനായിട്ട്. 35 ഡിഗ്രി ഇൻക്ലിനേഷൻ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് താഴത്തേക്ക് പ്രൊജക്ട് ചെയ്യണം. സോ ഹൊറിസോണ്ടലായിട്ട് പോയിന്റ്സ് എല്ലാം തിൻ ലൈൻസ് വെച്ച് യൂസ് ചെയ്യുന്നു. എല്ലാം തിൻ ലൈൻസ് ആയിരിക്കണം വരക്കേണ്ടത് താഴത്തേക്ക്. ഇപ്പോൾ മെജോറിറ്റി ഞാൻ കാണുന്ന ഫിഗറുകളെല്ലാം വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമുക്ക് പോയിന്റ് മാർക്ക് വരുന്നത് അതിന്റെ അനോട്ടേഷനും ഡയമെൻഷനിങ്ങും അറ്റ് ദ സെയിം ടൈം അതിന്റെ നീറ്റ്നെസിന് മാർക്കുണ്ട്. നമുക്ക് നമ്മൾ വരച്ചിരിക്കുന്ന എല്ലാം വളരെ കൃത്യമാണ്, ആക്യുറേറ്റ് ആണ്, പ്രിസൈസ് ആണ്. ബട്ട് ഒരു നമുക്ക് വരച്ചിരിക്കുന്നതിന് ഒരു
ഈ ലൈൻ ഇപ്പോൾ ഒരല്പം ചരിഞ്ഞു പോയി. നമ്മൾ കൃത്യമായിട്ട് താഴത്തേക്ക് വരക്കണം, പ്രൊജക്റ്റ് ചെയ്യണം. വരച്ചിരിക്കുന്ന ലൈനെല്ലാം ഓക്കെയാണ്, പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. ഓക്കെ, എല്ലാ ലൈനുകളും വൃത്തിയായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് താഴത്തേക്ക്. ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാം. പിന്നെ അനോട്ടേഷൻസ് കൊടുക്കാം നമുക്ക്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വ്യൂ ഇവിടെ ആദ്യം പേര് കൊടുക്കണം. എ ഡാഷ്, ബി ഡാഷ്, സി ഡാഷ്, ഡി ഡാഷ്, ഇ ഡാഷ്, എഫ് ഡാഷ് ഇൻ ബ്രാക്കറ്റ്, ജി ഡാഷ് ഇൻ ബ്രാക്കറ്റ് ആൻഡ് എച്ച് ഡാഷ് ഇൻ ബ്രാക്കറ്റ്, 1 ഡാഷ്, 2 ഡാഷ്, 3 ഡാഷ്, 4 ഡാഷ്, 5 ഡാഷ്, 6 ഡാഷ് ഇൻ ബ്രാക്കറ്റ്, 7 ഡാഷ് ഇൻ ബ്രാക്കറ്റ് ആൻഡ് 8 ഡാഷ് ഇൻ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റ് വരുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിലുള്ള ഇത്രയും പോയിന്റ്സ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞ പോയിന്റ്സ് ബാക്ക് സൈഡിലാണ്. അതിങ്ങനെ അടുത്ത് ഫസ്റ്റ് ഇൻക്ലിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ദെൻ വി പി ആയിട്ട് ഇൻക്ലിനേഷൻ വരുമ്പോൾ മാത്രം കുറച്ചുകൂടെ പോയിന്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ടുള്ള രീതിയിലേക്ക് മാറ്റങ്ങൾ വരുന്നു. ഓക്കെ, ദെൻ നമുക്ക് നെയിംസ് താഴെ കൊടുക്കാം. 1 2 3 4 5 6 7 and 8. ഈ പോയിന്റ്സ് ഞാൻ ഇവിടെ അതൊന്നും നോക്കിയില്ല, ബിക്കോസ് ഐ നോ റൈറ്റ് സൈഡിൽ ഏറ്റവും റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന പോയിന്റ് 1 ആയിരിക്കും. ദെൻ അടുത്ത ലൈനിൽ താഴത്തെ ഇംഗ്ലീഷ് അടുത്ത കട്ടിങ് ഇതായിരിക്കും. ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. ഇവിടെയും ഇതുപോലെ തന്നെ സെയിം പ്രിൻസിപ്പിൾ ക്യാൻ ബി യൂസ്ഡ്. എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തതിൽ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുവാണ്. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തോളൂ. ഇറ്റ്സ് ഓക്കെ. ദെൻ നമുക്ക് ഇനി ചെയ്യാനുള്ളത്, ഇതുവരെ നമ്മൾ എല്ലാ ലൈൻസും ജോയിൻ ചെയ്തിരുന്നത് പെൻസിൽ വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്കെയിൽ ആയിരുന്നു. ബട്ട് ഹിയർ ഓൺവേർഡ്സ് കോണും സിലിണ്ടറും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്കെയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീ ഹാൻഡ് സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഇങ്ങനെയായിരിക്കും നമ്മൾ വരക്കുന്നത്. തിക്ക് ലൈൻസ് എവിടെയൊക്കെ വരുന്നുണ്ടോ ആ തിക്ക് ലൈൻസ് എല്ലാം നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്യണം. ഓക്കെ, ദെൻ ഇവിടെ താഴെയാണെന്നുണ്ടെങ്കിൽ ജി, ജി ടു എഫ്, എഫ് ടു ഇ, ഇ ടു ഡി, ഡി ടു സി ഇത്രയും വിസിബിൾ ആണ്. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നിൽക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് എൻഡുകൾ വരെയും വിസിബിൾ ആണ്. പിന്നെ ഇവിടെ താഴത്തേക്കുള്ള ഇത് വിസിബിൾ അല്ല. ഇവിടെ ഫുള്ളും വിസിബിൾ ആയിരിക്കും ഈ പൊസിഷനിൽ, അല്ലേ? സോ ജി ടു എച്ച് ഡോട്ടഡ് വരും. എന്തുകൊണ്ടാണ് ഡോട്ടഡ് വരുന്നതെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു സിലിണ്ടർ എടുത്തിട്ട് നോക്കുക. ഫസ്റ്റ് ഇൻക്ലിനേഷൻ കൊടുത്താൽ നമുക്ക് ഒരിക്കലും ബേസിൽ ആ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ ഇനി എന്തുണ്ട്, റൈറ്റ് സൈഡിൽ ഇത് രണ്ടും കൂടെ നമുക്ക് തിക്ക് ലൈനായിട്ട് ജോയിൻ ചെയ്യണം. ആ സിലിണ്ടറിന്റെ രണ്ട് എൻഡും നമുക്ക് തിക്കായിട്ട് തന്നെ കാണാൻ പറ്റും, അല്ലേ? ഇവിടെ ഇനി ടോപ്പ് വ്യൂല് 4 ടു ഡി, 5 ടു ഇ അങ്ങനെ ആ ലൈൻസ് ഒന്നും വരക്കണം നിർബന്ധമില്ല. ബിക്കോസ് അതൊക്കെ നമുക്ക് ഈ സിലിണ്ടറിന് നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്ത മെത്തേഡാണ്. അതിവിടെ വീണ്ടും വരക്കണമെന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ടു എക്സ് വൈ ലൈൻ ഇൻ ടോപ്പ് വ്യൂ. അപ്പൊ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കാനായിട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ദെൻ കുറച്ചുകൂടി മാറ്റി വെക്കാം. എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന മെത്തേഡ് 45 ഡിഗ്രി
ഈ സോളിഡിനെ എടുത്ത് ഇവിടെ വെക്കുകയാണ്. ഇതിന്റെ സെന്റർ അല്ല ഞാൻ ഇവിടെ വെക്കുന്നത്, കാരണം ഈ ലൈനും ഇതിന്റെ സെന്റർ ആക്സിസും എന്തായാലും എന്താണ് പാരലാണ്. സോ ആക്സിസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു എൻഡ് മാത്രമാണ്. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. ഓക്കെ, അപ്പോ ഇതിലൊരു പോയിന്റ് നേരത്തെ ഒരു സ്റ്റുഡന്റ് ചോദിച്ചൊരു ഡൗട്ടാണ്, ഞാനിവിടെ ക്ലിയർ ചെയ്യുന്നു. ഈ സോളിഡിനെ എങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വെക്കുന്നു? പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ആക്സിസ് ആദ്യം വരച്ചിട്ട് ആക്സിസിന്റെ രണ്ട് സൈഡിലേക്ക് പോയിന്റ്സ് മാറ്റി വരക്കുന്ന ഒരു മെത്തേഡ്. അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു മെത്തേഡ്, ഇതിന് ഏറ്റവും എഡ്ജിൽ അല്ലെങ്കിൽ സർക്കംഫറൻസിൽ അല്ലെങ്കിൽ എന്താ പറയുക ബൗണ്ടറിയിൽ വരുന്ന കുറെ കോർഡിനേറ്റ്സ് ഉണ്ടാവും ആക്ച്വലി, അല്ലേ? അതായത് സപ്പോസ് ഈ സോളിഡ് ഈ ഒരു റെക്ടാങ്കിളിനകത്താണ് അല്ലെങ്കിൽ ഒരു ബോക്സിനകത്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? ഈ എക്സ്ട്രീമിൽ നിൽക്കുന്ന ഈ ബോക്സിനകത്താണ് ഈ സോളിഡ്. ആ ബോക്സ് എടുത്ത് അതുപോലെ തന്നെ ചരിച്ചു വെക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. മറ്റൊന്നും കണ്ടല്ല, നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു റെക്ടാങ്കിൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ബട്ട് നമുക്കൊരു സിലിണ്ടറിന്റെ ഈ പോയിന്റ് എല്ലാം പല സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പോയിന്റുമായിട്ട് റെഫറൻസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോ അതൊരു ബോക്സിനകത്ത് വെച്ചിട്ട് ആ ബോക്സ് എടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ ബോക്സിനകത്ത് എവിടെയാണ് ഈ പോയിന്റ്സ് എന്ന് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യാനായിട്ടാണ് എളുപ്പം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഈ സോൾവ് ചെയ്യാനായിട്ട് മറ്റ് മാർഗങ്ങളാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് യു ക്യാൻ പ്രിഫർ. ടെക്സ്റ്റ് ബുക്കിലാണെന്നുണ്ടെങ്കിലും ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഇത് ഒരു റെക്ടാങ്കിളിനകത്താണ്. ഓൾറെഡി നമുക്ക് വരച്ച് ചെയ്യുമ്പോൾ ഒരു റെക്ടാങ്കിൾ കിട്ടി. ആ റെക്ടാങ്കിൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു, അതിനകത്ത് സോളിഡിനെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആണ് ഞാൻ ഇതെന്ന് അസ്യൂം ചെയ്യുന്നു, കുറച്ച് താഴെ ഒരു പോയിന്റ്. മറ്റൊന്നുമല്ല, എനിക്ക് ഇവിടെ നിങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ഒരിക്കലും എക്സ് വൈ ലൈനിന്റെ മുകളിലാവാൻ പാടില്ല. സെയിം ഈ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും ഈ പേപ്പറിന്റെ താഴെയും പോകാൻ പാടില്ല. അപ്പൊ അതുപോലെ വേണം നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാൻ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റിയിട്ടാണെങ്കിലും ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ 45 ഡിഗ്രിക്ക് കൂടുതൽ ഒന്നും ഒരിക്കലും തരില്ല എക്സാമിന്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, സോൾഡ് പിന്നെയും നേരെ വരും. അപ്പൊ ഇവിടെ ഒരുപാട് ലെങ്ത് വേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം ഡിസ്റ്റൻസ് അകത്ത് പോകുമെന്നുള്ളത്. ആദ്യം ഇതായിരുന്നു ഞാൻ എടുത്ത പോയിന്റ്, അല്ലേ? പോയില്ല, ഇവിടെ വന്ന് നിൽക്കുള്ളൂ. ദെൻ ഓക്കെ അല്ലേ? സോ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആദ്യം ഒരു ലൈൻ ഇങ്ങോട്ട് വരക്കുന്നുണ്ട്. ഓക്കെ, സെയിം നമുക്ക് ഇങ്ങോട്ടുള്ള ലൈൻ കൂടെ വരക്കാം. അത് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഇതിന്റെ ആക്യുറസിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ഫിഗർ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു mm നമ്മൾ മാറിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടുള്ള ബാക്കി എല്ലാ ഫിഗറുകളും അതുപോലെ തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു, അതേ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെ. സോ ഞാൻ അറ്റ് എ ടൈം രണ്ട് പോയിന്റ് ഒരുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. സെന്റർ. ഓക്കെ,